എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശോഭാസ് കിച്ചണിൽ ഉച്ചയൂണിന് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളാണ്. അത് പൈനാപ്പിൾ പച്ചടി, പിന്നെ ചെറുപയർ ഉപ്പേരി, പിന്നെ തൈരുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു നെല്ലിക്ക അച്ചാറിൻ്റെ. ആ നെല്ലിക്ക അച്ചാറുണ്ട്, പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. ഈ പൈനാപ്പിൾ പച്ചടിക്ക് നല്ല സ്വാദാണ് കേട്ടോ. സദ്യക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കട്ടിയുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാവില്ല. ഇത് ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാക്കുന്നത്, കാരണം ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. പൈനാപ്പിൾ ചെറുതാക്കി നുറുക്കി അത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കഷ്ണമൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ചേർക്കും കേട്ടോ. പിന്നെ അതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് നാളികേരവും പിന്നെ പച്ചമുളകും ചുമന്ന മുളകും ഞാൻ പകുതിയാണ് എടുക്കുക. പിന്നെ ഇത് തൈര് കൂട്ടി അരച്ച് അവസാനം ആകുമ്പോൾ ഒരു 1/4 ഭാഗം അരവാകുമ്പോൾ അതിലേക്ക് കടുകും കൂടി ചേർത്ത് അരയ്ക്കും. എന്നിട്ട് കഷ്ണമൊക്കെ വേവുമ്പോൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ കടുകും മുളകൊക്കെ വറുത്തിടുമ്പോൾ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടി ചേർക്കും. ഇന്ന് ഞാൻ പൈനാപ്പിൾ പച്ചടിയിൽ കഷ്ണത്തിൻ്റെ കൂടെ രാവിലെ പഴം വേവിച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പോൾ അത് ചേർത്തു. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനുകൊണ്ട് പുഴുങ്ങിയ പഴം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഉച്ചപൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ അമ്പലപ്പുഴയിലേക്ക് എത്തും. അപ്പോഴാണ് അവിടെ അമ്പലപ്പുഴയിൽ പായസം നിവേദിക്കുന്ന സമയം. അപ്പോൾ ഇവിടെ ഗുരുവായൂരാണെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടൻ തന്നെ നടയടയ്ക്കും. ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള ഉച്ചശീവേലി ഗുരുവായൂർ നടക്കുന്നത് വൈകിട്ട് നട തുറക്കുമ്പോഴാണ്. അമ്പലപ്പുഴ പാൽപ്പായസം നിവേദിക്കുന്ന സമയത്ത് അവിടെ വടക്കേ നടയിൽ ആകാശത്ത് ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നത് കാണാം. ഇത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായിട്ടാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രവും അമ്പലപ്പുഴയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ഗുരുവായൂർ ക്ഷേത്രവും തകർക്കുമെന്ന് ഭയന്ന് അന്നത്തെ ഊരാളന്മാരും തന്ത്രിമാരും ശാന്തിക്കാരും കഴകക്കാരും എല്ലാവരും കൂടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്ത് അമ്പലപ്പുഴയിൽ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു. പ്രത്യേക ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം പണി കഴിപ്പിച്ച് ആണ് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം തകർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്നീട് വിഗ്രഹം ഗുരുവായൂർക്ക് തന്നെ മടക്കി കൊണ്ടുപോയി. അന്ന് പണി കഴിപ്പിച്ച ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമൊക്കെ ഇപ്പോഴും അമ്പലപ്പുഴ അമ്പലത്തിലുണ്ട്. വിഗ്രഹത്തിന് പകരം അവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം വെച്ച് ദിവസേന വിളക്ക് കത്തിക്കുകയും ചെയ്തു പോരുന്നുണ്ട്. റെസിപ്പിയുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശോഭാസ് കിച്ചണിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.